Assalamualaikum. Good morning and welcome to Zeus Peppercandy. ഇന്നത്തേത് ഒരു സൺഡേ വ്ളോഗാണ്. എല്ലാവർക്കും അറിയായിരിക്കും UAE സൺഡേ ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സൺഡേ എടുത്തൊരു വ്ളോഗാട്ടോ ഇത്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞ് രാവിലെ 6:15 ആയപ്പോഴാണ് ഞാൻ കിച്ചണിൽ കയറുന്നത്. റൈസ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ച് ഹസ്ബൻഡ് കൊണ്ടുപോകുന്നത് കൊണ്ട് രാവിലെ തന്നെ നമ്മുടെ ചോറിൻ്റെ കാര്യങ്ങളെല്ലാം ആവും കേട്ടോ. ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം പ്രിപ്പറേഷൻസൊക്കെ കഴിയും. അപ്പോൾ ചോറ് ഞാൻ തെർമൽ കുക്കറിൽ രാത്രിയിൽ ആക്കി വെക്കും. അത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് വാർക്കാൻ വെക്കും. ഞാനിങ്ങനെ ബൈൻഡർ ക്ലിപ്പ് വെച്ചാട്ടോ വാർക്കുന്നത്. ഞാൻ വന്നപ്പോൾ മുതൽ UAE വന്നപ്പോൾ മുതൽ അപ്പോൾ മുതൽ സ്വന്തമായിട്ട് കുക്കിങ്ങും ഈ ചോറ് വാർക്കലൊക്കെ തുടങ്ങിയത്. അപ്പോൾ മുതലേ ഞാൻ ഈ ബൈൻഡർ ക്ലിപ്പ് ഉപയോഗിച്ച് തന്നെയാണ് ചോറ് വറുക്കാറുള്ളത്. പിന്നെ ഇനി മീൻകറി വെക്കണം. തേങ്ങ അരച്ചുള്ള മീൻകറി. തേങ്ങ വറുത്തിട്ടല്ല കേട്ടോ, പക്ഷേ ഞാൻ തേങ്ങ ഒന്ന് ചൂടാക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, പിന്നെ ഒരല്പം വാളൻപുളി, ഒരു കഷ്ണം, അതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മീൻ ഓൾറെഡി ഞാൻ മസാല പുരട്ടി ഫ്രൈ ചെയ്യാനും പിന്നെ കറി വയ്ക്കാനുമായിട്ട് പോർഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മീൽ പ്ലാനിങ് അനുസരിച്ച്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ. അപ്പോൾ മീനിങ്ങനെ മസാല പുരട്ടി വെച്ചത് തണുപ്പ് മാറാനായിട്ട് നേരത്തെ ഫ്രീസറിൽ നിന്ന് താഴത്തെ തട്ടിൽ രാത്രി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതും ഇട്ടു. പിന്നെ ഒരു തക്കാളി, പകുതി തക്കാളി ഒന്ന് അരിഞ്ഞിട്ടു, പച്ചമുളക്, കറിവേപ്പില. എന്നിട്ട് കറിയെല്ലാം നന്നായി തിളച്ച് വരുമ്പോൾ അല്പം ഉലുവാപ്പൊടിയും വേണമെങ്കിൽ ഒരു പച്ച വെളിച്ചെണ്ണ ഒരല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ അത് ഇടുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്കാവും. ഉമ്മ നടക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പിടാൻ മറക്കല്ലേ, ഉമ്മ നടക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഒരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിലുള്ള ആത്മാർത്ഥത കുറച്ച് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണോ അറിയില്ല. പിന്നെ വേഗം ചായക്കും കൂടെ വെച്ചിട്ട് മക്കളെ ഉണർത്തുന്ന മക്കളുടെ കാര്യങ്ങളിലായിട്ട് പോയി. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സൺഡേ ആയത് കാരണം ഒരു മാവും എൻ്റെ ഉണ്ടാവത്തില്ല. അപ്പം മീൽ പ്ലാനിങ് അനുസരിച്ച് സീരിയൽസ് എന്തെങ്കിലും. അപ്പോൾ മോൾക്ക് ചോക്കോസാണ് ഇഷ്ടം, മോന് കോൺഫ്ലേക്സ്, ഹസ്ബൻഡ് കോൺഫ്ലേക്സും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ വെക്കുന്നുണ്ട്. മക്കൾക്ക് മുട്ട പുഴുങ്ങിയത് ബ്രേക്കിന് കൊടുക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ. രാവിലെ ഒന്നും ഒരു മുട്ട പുഴുങ്ങിയതൊന്നും കഴിക്കില്ല. പിന്നെ എന്നും ദോശ, ഇഡ്ഡലി, അപ്പമൊക്കെ ആകുമ്പോഴത്തേനും മക്കൾ ഒരു ബോറടി ആവാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് സീരിയൽസ് വെക്കുന്നത് കേട്ടോ. അവർക്ക് ഇഷ്ടവുമാണ് സീരിയൽസ് കഴിക്കാൻ. പാല് ഞാൻ ആ ഒരു സമയത്ത് ഒഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ക്രഞ്ചിനെസ് പോകും. അപ്പോൾ അവർക്കത് ഇഷ്ടമല്ല, അപ്പോൾ അങ്ങനെ ഒഴിക്കുകയുള്ളൂ. പിന്നെ രാവിലെ ഈ ഒരു സമയം എല്ലാവർക്കും അറിയാം ഇത്തിരി ഭയങ്കര ഒരു ഹറിബറി ടൈമാണ്. എനിക്ക് ഏറ്റവും സമയം പോകുന്ന മോളുടെ ഹെയർ സ്റ്റൈലാണ്. ബാക്കിയെല്ലാം പ്ലാൻ ചെയ്തതനുസരിച്ച് നടക്കുമെങ്കിലും ഓരോ ദിവസവും അവൾക്ക് ഓരോ ഇഷ്ടമാണ് ഹെയർ സ്റ്റൈൽ. പിന്നെ ലഞ്ച് ബോക്സും കൂടെ റെഡിയാക്കി. ഹസ്ബൻഡ് ഓഫീസിൽ, മക്കൾ ക്ലാസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. ഉമ്മാക്ക് രാവിലെ ഖുറാൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആകെപ്പാട് തിരക്കിലായിരിക്കും. സാധാരണ സൺഡേ മോർണിംഗ് ഞാൻ നടക്കാൻ പോകാറില്ല. ഫ്രൈഡേ, സാറ്റർഡേ ഞാൻ അങ്ങനെ ഒരു ക്ലീനിങ്ങും ചെയ്യാത്തതുകൊണ്ട് തന്നെ സൺഡേ എനിക്ക് നല്ല ക്ലീനിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിൽ മെയിനായിട്ട് ബെഡ്ഷീറ്റ് മാറ്റുക എന്നുള്ളതും കിഡ്സ് റൂമും ഹാളും ഞാൻ തലേ ദിവസം സാറ്റർഡേ രാത്രി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം അവർക്ക് ഓൺലൈൻ ക്ലാസ് നടക്കുന്നതിനിടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറ്റർഡേ രാത്രി ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ബേർഡ് ഫീഡറാണ്. ഞാനും മോളും കൂടെ ഉണ്ടാക്കിയത്. നമ്മളിവിടെ കുറേ പക്ഷികൾ വരും. കഴിഞ്ഞ വർഷം ഞാനിതുപോലെ സമ്മർ സീസണിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് പേര് ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പഴയ പ്ലേറ്റും പിന്നെ മോളുടെ കിച്ചൺ ടോയ്സിൽ നിന്നൊരു കപ്പും ഞാൻ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഫെവിക്കോളിലാണ് ഒട്ടിച്ചേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ സാധാരണ വാട്ടർ ബോട്ടിലല്ലേ, അതായത് ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽ, അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ചെറിയൊരു കപ്പ് പോലെ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് വെക്കാനാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ഞാനൊന്ന് ഇങ്ങനെ തീ വെച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാർപ്പ് എഡ്ജസൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ അവർക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ അതൊന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. മോള് ബ്രേക്കിന് വന്നപ്പോഴാട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയത്. ഇനി ഇതിനിടയ്ക്ക് മക്കളുടെ ഓൺലൈൻ ക്ലാസ്സസ് നടന്നു. ഞാൻ പിന്നെ വർക്കിനായിട്ടിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു 4:45 ആയപ്പോൾ വീണ്ടും കിച്ചണിൽ കയറി. ഇന്നുണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ്. ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. അപ്പോൾ പുട്ടിൻ്റെ കൂടെ പയറുണ്ടാക്കിയപ്പോൾ കുറച്ചധികം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സുഖിയൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാവേ. അപ്പോൾ അങ്ങനെ ചായയുടെ കൂടെ സുഖിയനാണ്. മക്കൾക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല, എന്നാലും നിർബന്ധിക്കുമ്പോൾ ഓരോന്ന് കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ നേന്ത്രപ്പഴമാണ് അവർക്ക് ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ് സുഖിയൻ.
അങ്ങനെ നോക്കിയാൽ എനിക്ക് എല്ലാ ടീ ടൈം സ്നാക്കും ഫേവറേറ്റ് ആട്ടോ. നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഓരോ ദിവസം ഓരോന്നിട്ടിട്ട് അത് ഫേവറേറ്റ് ആണെന്ന് പറയുന്നത്. എനിക്കിങ്ങനത്തെ ചായക്കട പലഹാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ വളർന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ എന്നും വൈകുന്നേരം ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വന്നൊരു ഹാബിറ്റാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു സമയത്ത് ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും നമ്മുടെ ബേർഡ് ഫീഡർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനും മക്കളും കൂടെ അതിനെ ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ കെട്ടി വെക്കണം. എവിടെയെങ്കിലും ഒന്ന് കെട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ തള്ളി താഴെ ഇടും. ബേർഡ്സ് തമ്മിൽ ഒത്തിരി ബേർഡ്സ് ഒരേ സമയം വരാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ അടി കൂടുമ്പോൾ അത് താഴെ വീണ് പോകും. അപ്പോൾ അത് കാരണം ഞാനിതൊരു നൈലോൺ ത്രെഡ് വെച്ച് ഒന്ന് കെട്ടിയിടുവാണേ. അകത്തുനിന്ന് ജനലിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനത് ടൈ ചെയ്യുന്നുണ്ട്, പുറത്തത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഞാനിവിടെ ക്യാമറയായിട്ടൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് കണ്ടോ, ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ക്യാമറയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണെന്നറിയില്ല. അത് കാരണം ആൾ അത്രയും നേരം താഴെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, ഞാനും അത് വിട്ടു. പിന്നെ അത്യാവശ്യമായിട്ടൊരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രിൻ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് പ്രിൻ്റ് എടുക്കേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു സ്റ്റേഷനറി ഷോപ്പിൽ പോയി. അപ്പോൾ അവിടുത്തെ കാഴ്ച കേട്ടോ ഇത്. ചെറിയൊരു സ്റ്റേഷനറി ഷോപ്പാണ്, പക്ഷേ നല്ല ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. മുസഫയുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് നോക്കൂ. ഹൈസം സ്റ്റേഷനറിയാണ്, പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. നാളെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള മാവ് ഉമ്മ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഗ്‌രിബിൻ്റെ സമയമായി. ഇന്ന് ഡിന്നറിന് നുറുക്ക് ഗോതമ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഉണ്ടാക്കാൻ കയറിയത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ നല്ല ഫൈനായിട്ടുള്ള ബർഗോൾ എന്ന് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. ഇവിടെ സാധാരണ ഇങ്ങനെയാണ് നുറുക്ക് ഗോതമ്പ് കിട്ടാറുള്ളത്. എനിക്കൊന്ന് വലുതും കിട്ടാറുണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ കുക്ക് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ഞാനിത് എടുത്ത കേട്ടോ. നമ്മുടെ റവ പോലെ ഇരിക്കും, പക്ഷേ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് ഈ നുറുക്ക് ഗോതമ്പ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കുന്നുണ്ട്. സോക്ക് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു അരിപ്പയിൽ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന മസാല, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, സവോള, തക്കാളി ഇതെല്ലാം ഒന്ന് വഴറ്റി അല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം സാധാരണ മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉമ്മ ഓൾറെഡി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്തു പോയ സമയത്ത്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തൈര്, പെരിഞ്ജീരകപ്പൊടി ഇതെല്ലാം തന്നെ ചിക്കനിലൊന്ന് മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്കൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അല്പം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഉപയോഗിക്കുമ്പോഴാണ്. ഞാൻ ഓൾറെഡി 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 1.25 കപ്പ് എന്ന രീതിയിൽ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, അപ്പോൾ അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. വെള്ളം കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നീട് ദമ്മിട്ട് ചെയ്താൽ കറക്റ്റ് വേവിൽ വരും. ഇൻ കേസ് അഥവാ കുറവാണെങ്കിൽ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ദോശക്കല്ലിൻ്റെ പുറത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ദമ്മിട്ട് വേണം ഈ നുറുക്ക് ഗോതമ്പ് ബിരിയാണി ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ. ഇതിനകത്തേക്ക് ഞാൻ ഒരല്പം നാരങ്ങ നീരും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുക്കായി വരുമ്പോൾ പെട്ടെന്ന് കുക്കാവും, ഒരു 10-15 മിനിറ്റുള്ളിൽ തന്നെ നമ്മൾ ബിരിയാണി റെഡിയാവും. പിന്നെ അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ ബിരിയാണി വയ്ക്കുന്ന പോലെ ഒന്ന് ദം ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരും, പെർഫെക്റ്റ് ഓക്കെ ആവും. പിന്നെ ഇതിനെ കൂടെ റൈത്തയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മട്ടണിൽ ചെയ്യുകയാണെങ്കിൽ മട്ടൺ കുക്കറിൽ കുക്ക് ചെയ്തതിന് ശേഷം ബ്രോത്തോടു കൂടി മസാലയിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. പിന്നെ കിച്ചൺ ക്ലീനിങ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാര്യം ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു റിപ്പറ്റീഷൻ വരണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഹാളും കിഡ്സ് റൂമും ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. മോൻ കിഡ്സ് റൂം ക്ലീൻ ചെയ്തോളും, ഞാനും മോളും കൂടെ ഹാള് വേഗം ഒന്ന് ക്ലീൻ ചെയ്യും. 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. മുൻപ് പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സിന് ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ കയറുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നുള്ളതുകൊണ്ട്
നേരത്തെ ക്ലീൻ ചെയ്തിരുന്നത് കേട്ടോ. അതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ റൂംസൊക്കെ ക്ലീനായി കിടക്കുന്നുണ്ട്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെ കണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒന്നും നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ അനദർ വീഡിയോ. ബൈ.